ഹലോ ട്രെയിനീസ്, ഇന്ന് നമ്മൾ വിവിധ തരത്തിലുള്ള ടൂൾസിനെ തിരിച്ചറിയുവാനാണ് പഠിക്കാൻ പോകുന്നത്. ഈ വീഡിയോയുടെ ലക്ഷ്യങ്ങൾ: മെഷറിംഗ് ടൂൾസ് തിരിച്ചറിഞ്ഞ് അതിൻ്റെ ഉപയോഗം മനസ്സിലാക്കുക. ടെസ്റ്റിംഗ് ടൂൾസ് തിരിച്ചറിഞ്ഞ് അതിൻ്റെ ഉപയോഗം മനസ്സിലാക്കുക. ലെറ്റ്സ് സ്റ്റാർട്ട്. ഉറച്ച ജോയിന്റ് കാലിപ്പറുകൾ. ഉറപ്പുള്ള ജോയിന്റ് കാലിപ്പറുകളുടെ കാര്യത്തിൽ രണ്ട് കാലുകളും ഒരറ്റത്ത് പിവറ്റ് ചെയ്യുന്നു. ഒരു വർക്ക് പീസിന്റെ അളവുകൾ എടുക്കുന്നതിന് കാലിപ്പർ ആവശ്യമായ വലുപ്പത്തിൽ ഏകദേശം തുറക്കുന്നു. ഒരു തടി പ്രതലത്തിൽ കാലിപ്പർ ചെറുതായി ടാപ്പു ചെയ്യുന്നതിലൂടെയാണ് മികച്ച ക്രമീകരണം ചെയ്യുന്നത്. കാലിപ്പറുകളുടെ തരങ്ങൾ. അകത്തും പുറത്തും കാലിപ്പറുകൾ കാലുകളുടെ ആകൃതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ബാഹ്യ അളവുകൾക്കായി ഉപയോഗിക്കുന്ന കാലിപ്പറുകൾ ബാഹ്യ കാലിപ്പറുകൾ എന്നറിയപ്പെടുന്നു. ആന്തരിക അളവുകൾക്കായി ഉപയോഗിക്കുന്ന കാലിപ്പറുകൾ ഇൻസൈഡ് കാലിപ്പറുകൾ എന്നാണ് അറിയപ്പെടുന്നത്. സ്പ്രിംഗ് ജോയിന്റ് കാലിപ്പറുകൾ. ഇത്തരത്തിലുള്ള കാലിപ്പറുകൾക്കായി ഒരു സ്പ്രിംഗ് ഉപയോഗിച്ച് കയറ്റിയ പിവറ്റ് വഴി കാലുകൾ കൂട്ടിച്ചേർക്കുന്നു. കാലിപ്പർ കാലുകൾ തുറക്കുന്നതിനും അടയ്ക്കുന്നതിനും ഒരു സ്ക്രൂവും നട്ടും നൽകിയിരിക്കുന്നു. സ്പ്രിംഗ് ജോയിന്റ് കാലിപ്പറുകൾക്ക് പെട്ടെന്നുള്ള സജ്ജീകരണത്തിന്റെ പ്രയോജനമുണ്ട്. നട്ട് തിരിയാതെ ഉണ്ടാക്കിയ ക്രമീകരണം മാറില്ല. കാലിപ്പറിന്റെ വലുപ്പം അതിന്റെ നീളം കൊണ്ടാണ് നിർവചിച്ചിരിക്കുന്നത്. ഇത് പിവറ്റ് സെന്ററും കാലിന്റെ അഗ്രവും തമ്മിലുള്ള ദൂരമാണ്. എടുക്കുന്ന അളവിന്റെ കൃത്യത ജോലി അളക്കുമ്പോൾ അനുഭവിക്കുക അല്ലെങ്കിൽ സ്പർശിക്കുക എന്ന അർത്ഥത്തെ ആശ്രയിച്ചിരിക്കുന്നു. കാലുകൾ ഉപരിതലത്തിൽ സ്പർശിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടണം. സ്റ്റാൻഡേർഡ് വയർ ഗേജ്. ജോബ് ഡ്രോയിംഗ് സൂചിപ്പിക്കുന്നത് ഉപയോഗിക്കേണ്ട ഷീറ്റിന്റെ ഗേജ് അല്ലെങ്കിൽ ഘനം മാത്രമാണ്. ജോലി ആരംഭിക്കുന്നതിന് മുൻപ് ഷീറ്റിന്റെ ശരിയായ ഘനം തിരിച്ചറിയുക. സാധാരണ വയർ ഗേജിന്റെ സഹായത്തോടെ ഷീറ്റിന്റെ കനം അളക്കുന്നു. ഈ വിടവുകൾ അല്ലെങ്കിൽ സ്ലോട്ടുകൾ വ്യത്യസ്ത വീതിയിലുള്ളതും നിശ്ചിത ഗേജ് നമ്പറുമായി പൊരുത്തപ്പെടുന്നതുമാണ്. ഓരോ സ്ലോട്ടിന്റെയും ഒരു വശത്ത് ഗേജ് നമ്പർ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നു. മറുവശത്ത് ഷീറ്റിന്റെ കനവും വയറിന്റെ വ്യാസവും കാണിക്കാൻ ഒരു ഇഞ്ചിന്റെ ദശാംശഭാഗം സ്റ്റാമ്പ് ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് വയർ ഗേജിന്റെ ഉചിതമായ സ്ലോട്ടിൽ ഷീറ്റിന്റെ അറ്റം ചേർത്ത് ഷീറ്റിന്റെ ഘനം പരിശോധിക്കുന്നു. വയർ വ്യാസം പരിശോധിക്കുന്നത് സ്ലോട്ടിൽ മാത്രം വയർ തിരുകുന്നതിലൂടെയാണ്, അല്ലാതെ സർക്കിളിലല്ല. ഉയർന്ന SWG ഗേജ് നമ്പർ കുറഞ്ഞ ഘനമുള്ള ഷീറ്റിനെ സൂചിപ്പിക്കുന്നു. ട്രൈ സ്ക്വയർ. ട്രൈ സ്ക്വയർ ഒരു കൃത്യമായ ഉപകരണമാണ്. ഒരു പ്രതലത്തിന്റെ ചതുരാകൃതി പരിശോധിക്കാൻ ഇതുപയോഗിക്കുന്നു. 100 മില്ലിമീറ്ററിന് 0.002 മില്ലിമീറ്റർ നീളമുള്ള ഒരു ചതുരം ഉപയോഗിച്ച് അളവുകളുടെ കൃത്യത മിക്ക വർക്ക്ഷോപ്പ് ആവശ്യങ്ങൾക്കും വേണ്ടത്ര കൃത്യമാണ്. ഉപയോഗം. ഉപരിതലത്തിന്റെ നിരപ്പ് പരിശോധിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. അരികിന്റെ സമചതുരം പരിശോധിക്കാനും അകത്തെ സമചതുരം പരിശോധിക്കാനും ട്രൈ സ്ക്വയർ ഉപയോഗിക്കുന്നു. മൈറ്റർ സ്ക്വയർ. 45 ഡിഗ്രി അടയാളപ്പെടുത്തുന്നതിനും 45 ഡിഗ്രി മീറ്റർ സ്ക്വയർ പരീക്ഷിക്കുന്നതിനും അതിന്റെ സ്റ്റോക്കിന്റെ അവസാനത്തിലും ബ്ലേഡിന്റെ കട്ടിങ്ങിലും ഉപയോഗിക്കുന്നു. ഇത് റിവറ്റ്സ് വഴി സ്ഥിരമായി ഉറപ്പിച്ചിരിക്കുന്നു. അതിന്റെ ബ്ലേഡിന്റെ നീളം 200 മില്ലിമീറ്റർ മുതൽ 350 മില്ലിമീറ്റർ വരെയാണ്. അതിന്റെ ബ്ലേഡിൽ അടയാളം വെച്ചിട്ടുണ്ട്. ട്രൈ സ്ക്വയറും മീറ്റർ സ്ക്വയറും തമ്മിലുള്ള ഒരേയൊരു വ്യത്യാസം ബ്ലേഡും സ്റ്റോക്കും ട്രൈ സ്ക്വയറിൽ 90 ഡിഗ്രിയിലും മൈറ്റർ സ്ക്വയറിൽ 45 ഡിഗ്രിയിലും ഉറപ്പിച്ചിരിക്കുന്നു എന്നതാണ്. സ്പിരിറ്റ് ലെവൽ. ഒരു സ്പിരിറ്റ് ലെവൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് വുഡ് വർക്ക് ടെക്നീഷ്യനാണ്. അതിലൊരു മരക്കഷ്ണം. സ്പിരിറ്റ് ലെവലിനുള്ള സാധാരണ മരം തേക്ക് മരമാണ്, അല്ലെങ്കിൽ അലുമിനിയം. അതിലൊരു സ്പിരിറ്റ് ലെവൽ ഗ്ലാസ് ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായി ഉറപ്പിച്ചിരിക്കുന്നു. ഗ്ലാസ് ട്യൂബ് നിറയാത്തതിനാൽ ഒരു കുമിള എപ്പോഴും അവശേഷിക്കുന്നു. കുമിള ഗ്ലാസിന്റെ മധ്യഭാഗത്ത് അടയാളപ്പെടുത്തിയിരിക്കുന്ന വരകളാൽ സൂചിപ്പിക്കുമ്പോൾ ലെവൽ നിൽക്കുന്ന ഘടന ഹൊറിസോണ്ടലോ വെർട്ടിക്കലോ ആണ്. ചില സ്പിരിറ്റ് ലെവലിൽ ഹൊറിസോണ്ടൽ ഗ്ലാസ് ട്യൂബിന് ലംബമായി 2 ഗ്ലാസ് ട്യൂബുകൾ ഉണ്ടാകും. ഇതിനെ പ്ലംബ് ഗ്ലാസ് എന്ന് വിളിക്കും. ഇത് ചുവരുകളുടെയും ജനലുകളുടെയും ലംബം പരിശോധിക്കാൻ ഉപയോഗിക്കുന്നു. സ്ട്രെയിറ്റ് എഡ്ജ്. തികച്ചും നേരായ സമാന്തര അരികുകളുള്ള സ്റ്റീൽ അല്ലെങ്കിൽ മരം കൊണ്ട് നിർമ്മിച്ച നേരായ അറ്റം. ചില സമയങ്ങളിൽ ഒരു നേരായ അറ്റം മാത്രമേ ഉള്ളൂ. ഉപയോഗങ്ങൾ.
ഉപരിതലത്തിൻ്റെയും അരികുകളുടെയും നേർരേഖ പരിശോധിക്കുന്നതിന് ഇതിൻ്റെ നീളം 1500 mm മുതൽ 2000 mm വരെ, വീതി 50 mm മുതൽ 70 mm വരെ, കനം 20 മില്ലിമീറ്ററുമാണ്. ടി ബെവൽ അല്ലെങ്കിൽ ബെവൽ സ്ക്വയർ. വലതു കോണുകൾ ഒഴികെയുള്ള കോണുകൾ പരിശോധിക്കുന്നതിനും കൈമാറുന്നതിനും ടി ബെവൽ ഉപയോഗിക്കുന്നു. ക്രമീകരിക്കാവുന്ന സ്ലൈഡിംഗ് ബ്ലേഡ് ഉള്ളതിനാൽ ബെവലിനെ സ്ലൈഡിംഗ് ബെവൽ എന്ന് വിളിക്കുന്നു. ഒരു വിങ് നട്ട് അല്ലെങ്കിൽ സെറ്റ് സ്ക്രൂ ഉപയോഗിച്ച് ബ്ലേഡ് ലോക്ക് ചെയ്തേക്കാം. ആവശ്യമുള്ള ആംഗിൾ നേരായ അരികിൽ നിന്ന് സജ്ജീകരിച്ചിരിക്കുന്നു. ഡിഗ്രികൾ ഒരു പ്രൊട്രാക്ടർ ഉപയോഗിച്ച് അളക്കുന്നു. ഉപയോഗങ്ങൾ: ഡോവ്ഡെയിലുകൾ, കസേരകൾക്കുള്ള സൈഡ് റെയിലുകൾ, ചാംഫറുകൾ, ബെവലുകൾ. ഡ്രോയിങ്ങിൽ നിന്ന് വർക്ക് പീസിലേക്ക് ആംഗിളുകൾ മാറ്റുന്നതിന് സ്ലൈഡിംഗ് ബെവൽ ഉപയോഗിക്കുന്നു. ബെവൽ സ്ക്വയറിന്റെ ഭാഗങ്ങൾ. പ്ലംബ് ബോബ്. ഈ ഉപകരണം ഒരു സോളിഡ് ബ്രാസ് അല്ലെങ്കിൽ മെറ്റൽ സിലിണ്ടർ ഉൾക്കൊള്ളുന്നു. അതൊരു സസ്പെൻഡിംഗ് ലൈനിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു കൂർത്ത അറ്റത്തോടു കൂടിയതാണ്. അങ്ങനെ അതിന്റെ അറ്റം എല്ലായ്പ്പോഴും വെർട്ടിക്കലായി താഴേക്ക് ചൂണ്ടുന്നു. അതിന്റെ മുകൾ ഭാഗം ഒരു ചെറിയ തടി ബ്ലോക്കാണ്. അതിന്റെ മധ്യഭാഗത്ത് ഒരു ദ്വാരം തുരന്ന് അതിലൂടെ സിലിണ്ടറുള്ള ലൈൻ ദ്വാരത്തിലൂടെ മുകളിലേക്ക് വലിക്കുകയോ താഴ്ത്തുകയോ ചെയ്യാം. തടി ബ്ലോക്കിന്റെ വ്യാസം സിലിണ്ടറിന്റെ വ്യാസത്തേക്കാൾ അല്പം കൂടുതലാണ്. അതിനാൽ സിലിണ്ടറിന് വർക്ക് പീസിൽ തൊടാതെ സ്വതന്ത്രമായി മുകളിലേക്കും താഴേക്കും നീങ്ങാൻ കഴിയും. പ്ലംബ് ബോബിന്റെ പ്രധാന ഉപയോഗം ലംബമായ സ്പിരിറ്റ് ലെവലിന് കൂടുതൽ കൃത്യമായ പകരക്കാരനാണ്. കൂടാതെ അടയാളപ്പെടുത്തലിൽ പോയിന്റുകൾ ലംബമായി താഴേക്ക് കൈമാറുകയുമാണ്. റീക്യാപ്പ്. ഈ ട്രെയിനിങ് സെഷനിൽ നമ്മൾ മെഷറിംഗ്, ടെസ്റ്റിംഗ് ടൂൾസിനെ തിരിച്ചറിയുവാനും ആണ് മനസ്സിലാക്കിയത്. ഫേം ജോയിൻറ്റ് ആൻഡ് സ്പ്രിംഗ് ജോയിൻറ്റ് കാലിപ്പേഴ്സ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി അതിൻ്റെ ഉപയോഗങ്ങൾ ചർച്ച ചെയ്തു. ഷീറ്റ് തിക്നെസ് മെഷർ, ട്രൈ സ്ക്വയർ, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ അലൈൻമെൻറ്റ് ഡിറ്റർമൈൻ ചെയ്യാനായി സ്പിരിറ്റ് ലെവൽ മെഷർ ചെയ്ത് സ്റ്റാൻഡേർഡ് വയർ ഗേജിനെ കുറിച്ച് നമ്മൾ ഈ സെഷനിൽ കവർ ചെയ്തു. സ്ട്രെയിറ്റ്നെസ് ടെസ്റ്റ് ചെയ്യാനായി സ്ട്രെയിറ്റ് എഡ്ജ്, ടി ബെവൽ, പ്ലംബ് ബോബ് എന്നിവ ടൂൾസ്, അതിൻ്റെ ഉപയോഗങ്ങൾ, അതിൻ്റെ കീ ഫീച്ചേഴ്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഈ സെഷനിൽ പഠിപ്പിച്ചതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.